എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഈ വിഷയത്തിനകത്ത് ഒന്നും പറയണ്ട എന്ന് കരുതിയ വ്യക്തിയാണ്. പക്ഷെ ഇന്ന് കാലത്ത് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോൾ ഒരു അന്തംഗമ്പിന്റെ ഒരു സൈബർ പോരാളി കല്ല് വച്ച നുണയും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു തോൽവിയായിട്ട് അംഗീകരിക്കാൻ പോലും കഴിയാത്ത നാണം കെട്ട വർഗങ്ങൾ കളവ് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും അവഹേളിക്കുന്ന തരത്തിലേക്ക് ഇത്തരം വീഡിയോസ് ചെയ്യുമ്പോൾ അതിനെങ്ങനെ മറുപടി അറിയാതിരിക്കാൻ? ഞങ്ങൾ UDFന്റെ വിജയം വർഗീയവാദികളെ വോട്ട് വാങ്ങിച്ചിട്ടാ പോലും. അപ്പൊ അവര് പറഞ്ഞതിന് പോലും ആദ്യമേ ഞങ്ങൾക്ക് എത്ര ആയിക്കഴിഞ്ഞാലും ഒരു വർഗീയവാദിന്റെ വോട്ട് വേണ്ട എന്ന് അവര് പറഞ്ഞതിന് പോലും. അപ്പം വർഗീയവാദികളെ കൂട്ടുപിടിച്ചാൽ ഞങ്ങൾക്കും വിജയിക്കാമായിരുന്നു എന്ന് ഊള പറയുമ്പോ നിലമ്പൂരിലുള്ള വോട്ടർമാരെ അവഹേളിക്കുന്ന ആണും പെണ്ണും കെട്ട നിലപാടല്ലേ സ്വീകരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഏതാ വർഗീയവാദികൾ? അത് പറ. നിങ്ങളെ പോലെ വർഗീയ വിഷം തുപ്പി നടക്കുന്ന അറം പറ്റിയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലില്ല. RSSനെ നാണിപ്പിക്കുന്ന വിധത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു പോയിന്റും കൂടി കടന്നുകൊണ്ട് വർഗീയ വിഷച്ചീറ്റി നടക്കുന്ന വിഷ ജന്തുക്കളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് വർഗീയവാദികളെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ജനങ്ങൾ കോമഡി ആയിട്ട് ഇതൊക്കെ ചിന്തിക്കും. കാരണം നിങ്ങളാക്കപ്പുറം ഒരു വർഗീയവാദി കേരളത്തിലില്ല. സ്വാഭാവികമായിട്ടും നിങ്ങളെ വർഗീയത കണ്ട് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും UDFന് ഒറ്റക്കെട്ടായി നിന്ന് വോട്ട് ചെയ്ത്. അതല്ലേ യഥാർത്ഥത്തിലെ റിയാലിറ്റി? ഞാൻ ആവർത്തിച്ച് പറയാം, സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ ഈ വൃത്തികെട്ടവന്മാർ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിനകത്ത് നടത്തിയിട്ടുണ്ട്. ഒന്നും വേണ്ട. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കൂത്തുറമ്പിൽ ഏതൊരു സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ. എന്തോ അവിഹിതത്തിലെ കൂടി പിടിക്കപ്പെട്ടിട്ട് ആ സ്ത്രീ മറ്റൊരാളെ മുഖത്ത് നോക്കാൻ പറ്റാത്തതിന് പോലെ സ്വയം ആത്മഹത്യ ചെയ്ത്. അതെന്തോ ആവട്ടെ. പക്ഷെ അതിന് വന്നിട്ട് ഇവരുടെ ഒരു പോളിറ്റ് ബ്യൂറോ ഉണ്ടല്ലോ, ഒരു തള്ള, ആ തള്ളച്ച് നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ? ഭർത്താവുള്ള സ്ത്രീ, മുസ്ലിം സ്ത്രീകൾക്ക് മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലും അതിഭീകരതയാണ്, അത് താലിബാനസ്ഥിനെ നാണിപ്പിക്കുന്നതാണ് എന്ന് ആ വൃത്തികെട്ട തള്ള അങ്ങനെ ഒരു സമുദായത്തിനെ അടച്ചാക്ഷേപിച്ച് വർഗീയ വിഷം തുപ്പിയിട്ട് അതിനെതിരെ ഏതെങ്കിലും ഈ തള്ളി മറിച്ച ഇവരൊക്കെ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഈ സ്ത്രീയാണോ മുസ്ലിം സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അതെയോ? ഇന്ന് ലോകത്ത് മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്നത് പോലെ സ്വാതന്ത്ര്യവും എല്ലാ കാര്യങ്ങളും ഏത് മതവിഭാഗത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നുള്ളത് ഒന്നൊന്നായി പരിശോധിച്ച് നോക്കട്ടെ ഇവര്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും വിഷയത്തിന്റെ മുകളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് മുസ്ലിമാണോ പേര് നോക്കിയിട്ട് പിന്നെ ആ മതത്തിന്റെ പേരിലേക്ക് ഒരു നാണവും ഇല്ലാതെ RSSനെ നാണിപ്പിക്കുന്ന വിധത്തിൽ പച്ചക്കളവ് മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുന്ന ഈ നാറികൾ വന്നിട്ടാണ് അവിടെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവര് ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തപ്പോ അവരെ അവഹേളിക്കാൻ വേണ്ടി വരുന്നത്. പോയി പണി നോക്കടോ. തോൽവിയായിട്ട് അംഗീകരിക്കും കേട്ടാ. നിങ്ങൾ മിനിയാന്ന് ഈ റിസൾട്ട് വരുന്നവരെങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അല്ലേ? എന്നിട്ട് വർഗീയവാദികളുടെ വെട്ടി വേണ്ട എന്ന് തോറ്റ് ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. എന്തുകൊണ്ടെന്നറിയോ? തെറ്റായ നയങ്ങൾ സ്വീകരിക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടിനെ മുൻനിർത്തിയിട്ട്. മനസ്സിലായ? അല്ലാതെ നീയൊക്കെ ഉണ്ടാക്കി അങ്ങ് എത്ര കുറച്ച് എന്താക്കി കഴിഞ്ഞാലും എന്ത് വർഗീയവാദികളെന്നും പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. മനസ്സിലായ? എന്നിട്ട് പറഞ്ഞ് ഉളുപ്പില്ലാതെ പറയും, അല്ലെങ്കിൽ പിന്നെ ഡയലോഗ് മാറ്റി പിടിക്കുക. ഏത് ഇലക്ഷനും ഇവറ്റകൾ ചാപ്പിട്ട് ജനങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ ഉടനെ വരും വർഗീയവാദികൾ എന്ന് പറഞ്ഞിട്ട്. ആരാ വർഗീയത കേരളത്തിൽ ഉണ്ടാക്കുന്നത്? ഈ നാണം കെട്ട വർഗം തന്നെ. എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി. TP ചന്ദ്രശേഖരനെ കൊന്ന് തള്ളിയതിനു ശേഷം ഈ ചെറ്റകൾ എന്നാ പിന്നെ ഇൻകുലാബ് എന്നല്ലേ ഇതുണ്ട് വണ്ടിന്റെ ബാക്കിൽ? അത് എഴുതിയോ? എന്താ എഴുതി വെച്ചത്? മാഷാ അല്ലാഹ്. ഏത് മതേതരത്വത്തിന്റെ ഭാഗമായിട്ടാണോ അത് പറ നീ? അതിനപ്പുറത്തേക്ക് തന്നെ ഒരു ഫസൽ എന്ന് പറയുന്ന തലശ്ശേരിയിൽ ഒരു STPക്കാരൻ മറ്റൊരു പാർട്ടി മാറിയപ്പോ CPM അപ്പുറം പോയപ്പോൾ ഇവര് വെട്ടിക്കൊന്നങ്ങ് തള്ളി. എന്നിട്ട് അതിന്റെ തൂവാലെടുത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി RSSകാരുടെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടിട്ട് പാർട്ടിന്റെ പേരെന്താണോ നീ പറയാതെയോ? നീ പറഞ്ഞല്ലോ ഞങ്ങളെ മുഴുവൻ മറ്റേ വർഗീയവാദികളാക്കിയില്ലേ? നാണം കെട്ടവനെ. നാദാപുരം കലാപം സൃഷ്ടിച്ചത് ആരാണോ? പറ നീ. പിന്നെ അതും മാത്രമല്ല, ഇവിടെ NRC CAക്കെതിരെയുള്ള സമരം നടത്തിയ ഒരു വിഭാഗത്തിന് നേരെ മുഴുവൻ കേസെടുത്തിട്ട് ഇപ്പം ആ കേസിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. അത് ഏത് പാർട്ടി ഭരിക്കുമ്പോഴാ കേരളത്തിനകത്ത്? അതൊക്കെ നീ പറയണ്ടേ? പിന്നെ താലിബാനസ്ഥിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ പച്ച മനുഷ്യന്മാരെ തറച്ച് ആസ്വദിച്ച് കൊന്ന് തള്ളുന്ന നിങ്ങളല്ലേ ഏറ്റവും വലിയ ലോകം കണ്ട ഭീകരവാദികൾ? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ICSനെ നാണിപ്പിക്കുന്ന വിധത്തിൽ
ICS എന്ന് പറഞ്ഞ് കേരളത്തിലെ കൊലപാതകം എന്ന് പറഞ്ഞ ഞങ്ങൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് സ്റ്റേറ്റ്മെന്റ് പോലെ ആയിട്ടുകൾ ഇറക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി തെമ്മാടിത്തരം ചെയ്ത് കൂട്ടുന്ന നിങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്റ്റഡി ക്ലാസ് എടുക്കാനാ, ഞങ്ങളെ മതേതരം പഠിപ്പിക്കാനാ, ഞങ്ങളെ വർഗീയവാദികളാക്കാനാ? അതിനൊക്കെ വാങ്ങിച്ച വെള്ളം അങ്ങോട്ട് മാറ്റി വെക്ക് കേട്ടാ. ഇതൊക്കെ പറയാൻ ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. ഒരു തോൽവിയായിട്ട് കാണുക, അല്ല ആ തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കുക. അതിന് പകരം ഒരു സ്റ്റേറ്റിനകത്തുള്ള മുഴുവൻ ആളെയും വർഗീയവാദികളായിട്ട് അങ്ങ് ചിത്രീകരിക്കുക. നിന്റെ ഒന്ന് സർട്ടിഫിക്കറ്റിനനുസരിച്ച് ജീവിക്കുന്നവരല്ലോ കേരളത്തിലെ പൊതുസമൂഹം. എന്നിട്ട് പറയാ നല്ലവരായ മതേതരവാദികൾ ചെയ്ത സ്വലാറ്റിന് കിട്ടിയ 65,000 വോട്ടിന് നന്ദി. നിന്റെ നന്ദി ആയിരിക്കാൻ വേണ്ട ഇവിടെ? ഞങ്ങൾക്ക് നന്ദി വേണോ? ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങള് ജനങ്ങളോട് വേദി കെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ. അത് ബോധമുള്ള ജനങ്ങൾ മനസ്സിലാക്കി. നിങ്ങളും കുറെ നാളെ പെറ്റി കിടന്നതിന്റെ മുഖ്യം തന്നെ അവിടെ ഒന്ന് പെറ്റി കിടന്നല്ലോ. അയാളും പറഞ്ഞല്ലോ കുറെ കാര്യങ്ങള് അല്ലേ? എന്നിട്ട് ഇവൻ പറയാ ഞങ്ങൾ മൂന്നാമതും വെള്ളത്തിൽ വരും കേട്ടോ, വെള്ളം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് UDF-ന്റെ നേതാക്കന്മാരും ഈ വർഗീയവാദികളും എന്താ പറയുക സ്വപ്നം കാണണ്ട. നീയല്ല ഇപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ പെനക്ട് ചെയ്ത് കണ്ടെത്തി നീ അങ്ങ് പ്രവചിക്കാൻ നീ ദൈവസിദ്ധി കിട്ടിയവനല്ലേ? അല്ലേ? അങ്ങനെ മനസ്സിലാക്കട്ടെ. പിന്നെ തുടർ ഭരണം കിട്ടിയത് എങ്ങനെയാണോ? നിന്റെ ഒന്നാം പിണറായി വിജയന്റെ മഹിമ കണ്ടിട്ട? അങ്ങനെയല്ല. ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്ത് സംഘപരിവാർ എങ്ങനെയാണോ ജനാധിപത്യത്തെ വ്യഭിചരിച്ച് കൊന്നിട്ട് അധികാരം പിടിച്ചെടുക്കുന്നത് എന്നതുപോലെ ഇവിടെ സെക്കൻഡ് ടൈമിൽ നിങ്ങൾ ഭരണം ഉണ്ടാക്കിയത് കൊറോണ മുതലെടുത്ത് അത് തന്നെ കേട്ടാ. അതും എങ്ങനെ? പിന്നെ കൊറോണ കാലത്ത് പ്രായമായവരുടെ വോട്ട് വീട്ടിനകത്ത് പോയിട്ടാണ് ചെയ്യിച്ചത്. അപ്പൊ അതിനകത്ത് മുഴുവൻ കൃത്രിമം കാണിച്ചു. ഒന്ന് നമ്പർ 1. നമ്പർ 2, ഞങ്ങളുടെ കൂടെ ഉണ്ടായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അടർത്തിയിട്ട് അങ്ങനെ കൊണ്ടുപോയി. നാണോ ഉളുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കില്ല. തീട്ടം തിന്നവന്റെ ബുദ്ധി പോലും ഇല്ലാതെ. കാരണം മാത്രം കൃത്യമായിട്ട് ഞങ്ങളൊപ്പം മാറി നിൽക്കുമ്പോ എന്തൊക്കെ കോലാഹലങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയെ. അതിനെ ഒട്ടും ഉളുപ്പില്ലാതെ ആ സർദരി വാരി ആ വേസ്റ്റ് കക്കൂസി തള്ളി കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളെ കൂടെ നിർത്തിച്ച്. അങ്ങനെ അവർക്ക് കോട്ടയത്തും മേഖലയിലും എറണാകുളത്തൊക്കെ കുറച്ച് വോട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിജയിച്ച് കയറി വരുന്ന വോട്ടിന്റെ ഒരു മാർജല്ല അവർ പിടിച്ചപ്പോ ഞങ്ങൾക്ക് ഒരു 20 സീറ്റോളം ആ മേഖലയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട്. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൃത്രിമത്തിലെ കൂടി വന്ന ഒരു സർക്കാർ അത്. അല്ലാതെ ഒന്നാം പിണറായി ഗവൺമെന്റ് മിടുക്ക് കൊണ്ടിട്ടും അങ്ങ് വലിയ വികസനത്തിന്റെ നവോത്ഥാനം പൊട്ടിപ്പറന്നത് കൊണ്ടൊന്നുമല്ല. പക്ഷെ അത് എക്കാലം ഉണ്ടാകത്തില്ല. അത് ഇപ്രാവശ്യം ജനങ്ങൾക്ക് കൃത്യം മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായ? അല്ലാതെ ഇവന്റെ ഒക്കെ വേലം ഭയങ്കരമായിട്ട് അങ്ങ് ഭരിച്ചിട്ട് അങ്ങ് നാടൊക്കെ നന്നാക്കിയിട്ടങ്ങ് ബ്രൂണേ സുൽത്താന്റെ കൊട്ടാരം പോലെ ആക്കിയിട്ട ഇതങ്ങ് വന്നേന്നാ. കട്ടി കേരളത്തിൽ ഏത് കോലത്തിലാക്കി വെച്ചോളൂ. ഏത് കോലത്തിലാക്കിയിട്ട് അതും പോട്ടെ. ഇപ്പം തന്നെ ഈ പ്രളയം 2ഉം 3ഉം വന്ന് ഒന്നാം പ്രളയത്തിന് കൊടുത്തതൊക്കെ ഇവൻ പിട്ടടിച്ച് തീർത്ത്. ഇപ്പൊ രണ്ടാം പ്രളയം മാനന്തവാടി വന്നപ്പോഴേ അതിന് 670 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവന്റെ ഒന്നും നികുതി പണം ഉണ്ടാക്കിയ കാശൊന്നും വേണ്ട. ആ പണം കൊടുത്താണോ ഇതുവരെ ഈ സമയം അത് വീട് നഷ്ടപ്പെട്ടവർക്ക്? കൊടുപ്പിക്കടാ പോയിട്ട് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക അടിമത്തെ സ്വീകരിക്കാതെ. എന്നിട്ട് അതിനൊക്കെ ഒരു ലൈവും കാര്യങ്ങളും ചെയ്യും. സ്വന്തം പാർട്ടി എന്ത് തെമ്മാടത്തിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഭ്രഷ്ടവും മണപ്പിച്ചിട്ട് ന്യായീകരിക്കല്ല വേണ്ടത്. മനസ്സിലായ? അതൊക്കെ കൊടുപ്പിക്കുക. പാവങ്ങൾക്ക് ജനങ്ങൾ കൊടുത്ത പൈസ, ഞാൻ അടക്കം കൊടുത്ത പൈസയാ. അത് ഇവന്റെ കാലിന്റെ അടക്കി വെക്കാനല്ല. അതൊക്കെ ഒന്ന് കൊടുപ്പിക്ക കൊണ്ടുപോയിട്ട് എന്നിട്ട് വന്നാൽ മതി നിങ്ങൾക്ക് കോൺഗ്രസിന് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി. മനസ്സിലായ? ഇതൊക്കെ ചെയ്തു വെച്ച് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തപ്പോൾ വർഗീയവാദികൾ, ഭീകരവാദികൾ, നീയൊക്കെയല്ല എല്ലാവർക്കും ഭീകരവാദത്തിന്റെയും മറ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ല? നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാ നല്ല ഭയങ്കര മതേതരത്താവില്ല. എവിടെയാണോ നിങ്ങൾ ഉള്ളത്? ലോകത്തെ എവിടെയേ ഇല്ല. ഇത് കൊണ്ട് തന്നെയാണ് നശിച്ച് നാറാണക്കല്ലെടുക്കുന്നത്. മനസ്സിലായ? ഇനിയിപ്പോ കേരളത്തിൽ കാണാൻ അടുത്ത ഇലക്ഷൻ വരുമ്പോ അപ്പം കാണാം. അതും കഴിഞ്ഞല്ലോ, പിന്നെ സമാധാനമായല്ലോ. എന്നിട്ട് ഉളുപ്പില്ലാതെ ഒരു പരാജയപ്പെട്ടു. എന്നാ പരാജയം ഏത് വിധത്തിലുണ്ടായി? സർക്കാരിന്റെ കൊളരുതായ്മ ഉണ്ടോ? സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ ഭാഗമായിട്ടാണോ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത്? അതല്ല. ഉടനെ ക്യാപ്സ്യൂൾ അങ്ങ് കണ്ടെത്തി. വർഗീയവാദികൾ, ഭീകരവാദികൾ. സ്വന്തം സ്റ്റേറ്റിൽ വർഗീയവാദികളും ഭീകരവാദികളും ആഭ്യന്തര വാർഡനോട് പറയണ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് കൊണക്കല്ല വേണ്ടത്. വോട്ട് ചെയ്ത വോട്ടർമാരെ ഇങ്ങനെ എന്താ പറയാ ഇതുപോലെ ഇത്ര അവഹേളിക്കല്ല വേണ്ടത്. വാഴ ആഭ്യന്തര കയ്യിൽ അങ്ങനെ ഭീകരവാദവും തീവ്രവാദവും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവടിസ്ഥാനത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ. മനസ്സിലായ? പരാജയപ്പെടുമ്പോ എപ്പോഴും ഉള്ള കേസ് കെട്ടായി. ആരാ ഭരിക്കുന്ന സ്റ്റേറ്റ്? കോൺഗ്രസ്. ഞങ്ങളാ. അറിയാടോ?
ഞാനിത് പറയണ്ടെന്ന് വെച്ചാ, പക്ഷേ അവൻ ഇല്ലാതെ പച്ചക്കളവ് വിളിച്ചങ്ങ് പറയാ. ഉളുപ്പ് വേണം, ഉളുപ്പ്, ലേശം, ലജ്ജ. മനുഷ്യരല്ലേ ഇതുപോലെ കല്ല് വെച്ച നുണ പറയുമ്പോ ജനങ്ങൾ വിലയിരുത്തൂല. ആ ബോധം വേണ്ടേ? അതുണ്ടാവും എനിക്കൊക്കെ. ഒരു സമൂഹത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എങ്ങനെ ഇവറ്റകൾക്ക് പറയാൻ കഴിയുന്നു? ഒരു പറയുന്ന ലോജിക്ക് വേണ്ടി എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയണ്ടേ? പിന്നെ ഇവറ്റകളെ പോലെ വർഗീയ വിഷം തുപ്പി നടക്കുന്ന ഒരു സംഘം, ഞാൻ RSS ഒക്കെ കാണിച്ചു നോക്കുക. ശശികല തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ഈ ശ്രീമതിന്റെ ആ എന്താ ശ്രീമതിയാ ടീച്ചർ, തുന്നൽ ടീച്ചറാ, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴും ഞാനൊന്നും അല്ലല്ലോ. ഇവറ്റകളാണ് വർഗീയത ആദ്യം ഉണ്ടാക്കുന്നത്. ലവ് ജിഹാദ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ പേരും അന്തം കമ്മി സഖാക്കൾ എന്ന. അത് ഞങ്ങൾ പറഞ്ഞതല്ല. ഒരു മാധ്യമത്തെ ഇന്റർവ്യൂക്കകത്ത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് പറഞ്ഞത്. ഈ ലവ് ജിഹാദ് ഉണ്ടായത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ മുഖ്യനായ എന്തായാലും പേര് കുച്ചുവ, ആ ചെങ്ങായിയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അതിനുശേഷമാണ് ഞങ്ങളും ഇത് പരിശോധിച്ച് ഞങ്ങളും ഇത് പറയാൻ തുടങ്ങിയത്. അപ്പൊ അവിടെ നിന്നുണ്ടായി അയാൾ പറയുമ്പോൾ പ്രശ്നമല്ല, അത് ഞങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് ചോദിക്കുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. ഞെട്ടിപ്പോയത്. അങ്ങനെ എല്ലാ വിഷയവും അങ്ങനെ RSSന് അടിക്കാനും RSSനേക്കാൾ അപ്പുറം വർഗീയ വിഷം തുപ്പി നടക്കുന്ന ഇവറ്റകൾ വന്നിട്ട് ഇവിടെ മതനിരപേക്ഷത ആഗ്രഹിച്ച് വോട്ട് ചെയ്തവരെ വർഗീയവാദികളെ ചിത്രീകരിക്കാൻ ഉളുപ്പ് ഉണ്ടെന്ന് എനിക്കൊക്കെ ഉണ്ടാ. നീ രാഷ്ട്രീയം പറ, നിലപാട് പറ, അല്ലാതെ വേഗം ഇതും പറഞ്ഞിട്ട് അങ്ങ് ഇല്ലാതെ പച്ചക്കളവും പറഞ്ഞങ്ങ് പോലല്ല. മനസ്സിലായ? ഞങ്ങൾ എവിടെ വിജയിച്ചാലും എങ്ങനെ വിജയിച്ചു ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇത് സർക്കാരിന്റെ നിലപാടിനോടുള്ള പോരാട്ടം. ഞങ്ങൾ ജനങ്ങളൊരു രാഷ്ട്രീയം പറയും. ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഓരോരു വീടാന്തരം കയറി ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങൾ അവിടെയുള്ള പ്രവർത്തകരും കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ റിസൾട്ടായത്. മനസ്സിലായ? അല്ലാതെ മാൻഡ്രാക്കിന്റെ ഇതുള്ള ഇവര് വന്നിട്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കുക, ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുക. നടക്കൂല മോനെ, നടക്കൂല. ഇതെല്ലാം കേട്ട് പഴകിച്ച ഡയലോഗുകളാ. ഇനി മാറ്റിപ്പിടിക്ക് കേട്ടാ. ഇതൊന്നും കേരളത്തിലെ പോലും മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരു സമൂഹമുണ്ട്. ഇന്ത്യ ഇരും കേട്ടിട്ട് നിന്റെ നേതാക്കന്മാരിന്റെ അപ്പം കോയിന്റെ ഒക്കെ ഇരും കേട്ടിട്ട് അങ്ങ് അവിടെ ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടി അവര് മതരാഷ്ട്രം ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ അങ്ങ് പറയാ. ഇവരെ കൂടെ നിൽക്കുമ്പോൾ മതരാഷ്ട്രം അന്ന് അവിടെയായിരുന്നു, ഇന്നിവിടെയായിരുന്നു. താത്വിക അവലോകനം എന്ന സംഘപരിവാറിന്റെ ഒക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞവനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റുവാ. പക്ഷെ എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 വട്ടം ഞാൻ പറയും. കൃത്യമായിട്ട് ഞാൻ നിലപാടും പറയും. നിനക്ക് ധൈര്യമുണ്ടോ ആ വിഷയത്തെ പറ്റി ഒരു ലൈവ് ഇടാൻ വേണ്ടി? നീ ലൈവ് ഇട്. അപ്പൊ നിന്റെ ആണത്ത് ഞാൻ മനസ്സിലാക്കും. അല്ലാതെ വെറും അടിമത്തം പേറിയിട്ട് ഈ ന്യായീകരിക്കാൻ വേണ്ടി വരില്ല. ഗോവിന്ദൻ പറഞ്ഞ RSSുമായിട്ട് ബന്ധമുള്ള ഒരു പാർട്ടിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പച്ചക്ക് പറഞ്ഞ് ഒരുത്തനിക്കും അതിന് പ്രതികരിക്കണ്ട. വായിൽ അപ്പം തിരികെ അങ്ങ് കയറ്റി മിണ്ടാണ്ടെന്ന്. പിന്നെ ഏതോ ഒരു ഇന്റർവ്യൂക്കകത്ത് സുധാകരൻ ഒരു ബൈറ്റ് കൊടുക്കുമ്പോ നിങ്ങളിങ്ങനെ RSSൽ പോകുന്ന കിംവദികൾ CPMന്റെ ഭാഗത്ത് ജനങ്ങളിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ജോണി ലൂക്കോസ് ചോദിച്ചപ്പോ അതിനൊരു കൃത്യമായിട്ടൊരു മറുപടി നട്ടലിന്റെ നേതാവ് പറഞ്ഞു. എന്താ പറഞ്ഞു വെച്ചത്? എനിക്ക് പോവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകും. അതിന് CPMന്റെ AKG സെന്ററിൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ അവസാനം വരെ ഞാൻ കോൺഗ്രസ്സുകാരനായി തുടരും. പക്ഷേ നിങ്ങൾ ചോദിച്ചത് CPM അങ്ങനെ പ്രചരിപ്പിക്കുന്ന മറുപടിയാ എന്ന് പറഞ്ഞിട്ട് ആണ് മറുപടി പറഞ്ഞത്. പക്ഷേ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിൽ പോകും എന്ന് പറഞ്ഞ് മാത്രം അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ നാട് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചു നോക്കിയ ഇലക്ഷനിൽ ഇല്ലേ? ചെയ്തിട്ടില്ലേ? കേസ് മത്സരിക്കുന്ന ഘട്ടത്തിൽ അവസാനം നിങ്ങളുടെ മുഖ്യന്റെ മണ്ഡലത്തിൽ പോലും അവിടെയും ലീഡെടുത്ത് സുധാകരൻ. അപ്പം ജനങ്ങൾ നിങ്ങളെ കള്ളത്തരങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള ബോധം ഇനിയും വന്നിട്ടില്ലെങ്കിൽ ഞാനിനി മറുപടി പറയുന്നില്ല. ഓക്കെ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് വോട്ടർമാരെ അവഹേളിക്കുന്ന പരിപാടി ഇതിനോടുകൂടി അങ്ങ് അവസാനിപ്പിച്ചാളിയണം. നിങ്ങൾ ഈ ചീഞ്ഞി നാറിയ പൊളിച്ച ഡയലോഗ് ഉണ്ടല്ലോ,
നീ പർക്കീയവാദികൾ ഈ പർക്കീയവാദികളെല്ലാം കേട്ട് തയമ്പിച്ചടോ. വേറെ ഒന്നും കൊണ്ടുപോവാ, വേറെ ഒന്നും ക്യാപ്സ്യൂൾ തരാൻ പറ. അവിടുന്ന് നിങ്ങൾ ക്യാപ്സ്യൂൾ ഉത്പാദിപ്പിക്കുന്ന ഇതുണ്ടല്ലോ ഉക്കജി സെന്റർ, അതിൽ വേറെ എന്തെങ്കിലും ക്യാപ്സ്യൂൾ ഇട്ട് തരാൻ പറ കേട്ടാ. എത്ര ഏടിയൊക്കെ പാലക്കാട് വർഗീയവാദികൾ, അവിടുത്തെ വോട്ടർമാർ, നിലമ്പൂരിലെ വർഗീയവാദികൾ, പിന്നെ ഞങ്ങൾ ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളിയിൽ വർഗീയവാദികൾ, പിന്നെ നമ്മൾ PT തോമസ് സാർ മരണപ്പെട്ടപ്പോഴും ഉമാ തോമസ് മേഡം മത്സരിച്ച അവിടെയും വർഗീയവാദികൾ. അവിടെ നേരെ ഇവരൊക്കെ ജയിച്ചില്ലെങ്കില വലിയ മതേതരത്വം കാച്ചി കുറുക്കി ഒന്നും നാളിന്ന് വരെ പറയാത്ത വളരെ സത്യസന്ധമായിട്ടുള്ള വോട്ട് കൊണ്ട് ഇവർ ജയിക്കുന്നു. എവിടെയാടല്ല 100 വർഷമായിട്ടായി ഒരു രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ സാമാനുണ്ട്? ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനകത്ത് ഉണ്ടാ? ആ കുറച്ചു കാലം ഉണ്ടായതിനു ബംഗാളിലും ത്രിപുരയിലും അവിടുത്തെ ജനങ്ങൾക്ക് ബോധം വെച്ചതിന്റെ ശേഷം ചവിട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കോടി കണ്ടാൽ ഓടിച്ചിട്ടടിയ. കോടി കണ്ടാല് പരാജയപ്പെടലും ഒരു പ്രസ്ഥാനക്ക് സ്വാഭാവിക, പക്ഷെ അതിന്റെ കൊടി കണ്ടാൽ ജനങ്ങൾക്ക് ഹാലളകുക. എന്തുകൊണ്ടാ? ഇവറ്റകൾ ഇതുപോലെ ചെയ്തു വെച്ചിട്ട് പച്ചക്കളവും പറഞ്ഞ് ജനങ്ങളെ എന്താ പറയുക പൊറുതി മുട്ടിച്ച് 10-25 വർഷക്കാലം. അപ്പൊ ജനങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാലും തുടങ്ങി എന്നതുപോലെ കേരളത്തിലും അതി വിദൂരമല്ല. നോയിക്കോ, മറ്റെന്താടോ ഒരു സമൂഹത്തെ അവഹേളിക്കുന്നതിന് ഒരു കണക്കില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ. കൊണ്ടുവാ ചൂട്. എടാ അരുൺകുമാർ കൊണ്ടുവാ. വേണം, അങ്ങോട്ട് വരാക്കില്ല, ലൈവ് നടക്കുക. എല്ലാം ഞാന് മുഹമ്മദ് നിസാർ അങ്ങനെ ഞാൻ തോന്നുന്നു, എനിക്ക് കാണുന്നില്ല. ഞാൻ ഇന്നലെ നീ പ്രതികരിച്ചിട്ടല്ലോ. പക്ഷെ ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ ഭീകരവാദികൾ വർഗീയവാദികൾ ആക്കിയിട്ട് വീഡിയോസ് ഉളുപ്പുണ്ടായി. ഇവനിക്കൊക്കെ പരാജയം സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അത് രണ്ടുപേരും മത്സരിച്ചാൽ ഒരാൾ ജയിക്കും, ഒരാൾ പരാജയപ്പെടും. പക്ഷെ ആ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ ഭരണപക്ഷത്തിന്റെ ആകും ഗവൺമെന്റിന്റെ വീഴ്ചപ്പാടുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെന്റ് തെറ്റായ നിലപാടിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ എന്താണ് നമ്മളെ പാകപ്പിഴവ്, ഇതൊക്കെ പറയലും ചർച്ച ചെയ്യലൊക്കെ സ്വാഭാവികം. അതല്ലാണ്ട് നിൽക്കുമ്പോ അപ്പാടങ്ങ് വർഗീയവാദികൾ. ഈ ചട്ടകൾ അങ്ങനെ പറയുമ്പോൾ എന്താണ് വർഗീയത കേരളത്തിൽ നടത്തിയത്? ആ നടത്തിയതിന്റെ തെളിവ് വെക്കാന്റെ ഉത്തരവാദിത്ത ഇറ്റക്കില്ലേ? ഇവറ്റകളല്ലേ കേരളം ഭരിക്കുന്നത്? ഇവന്റെയൊക്കെ തലതൊട്ടപ്പോഴല്ലേ ആഭ്യന്തരം കൈകാര്യം ചെയ്തത്? പിന്നെ എന്ത് വാഴക്ക് അവിടെ ഇരുന്നത്? അത് പറയണ്ടേ? അല്ല, സംഘപരിവാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതൊരു പൊളിറ്റിക്കലാണ്. അവർ ഡയറക്റ്റ് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ട്. അതുകൊണ്ട് അതാരും വലിയ ഗൗനിക്കാറില്ല. പക്ഷെ ഇവറ്റകൾ വലിയ മതനിരപേക്ഷതന്റെ പൊതിക്കെട്ടിങ്ങനെ വെച്ചുകൊണ്ടിട്ട് വന്നിട്ട് എവിടെയെങ്കിലും പരാജയപ്പെടും. വർഗീയവാദികളെ വോട്ട് വാങ്ങിച്ചില്ലേ, വർഗീയ തീവ്രവാദികളെ വോട്ട് വാങ്ങിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഇവറ്റകൾ ചെയ്യുന്ന വിവാദം നാണിപ്പിക്കുന്ന കൊലപാതകങ്ങളും RSS പറയുന്നതിനേക്കാൾ അപ്പുറം വർഗീയത പ്രസംഗിച്ച് നടക്കുന്ന ഇവറ്റകളെ നേതാക്കന്മാരുടെ വായിക്കല്ലേ ആദ്യം പ്ലാസ്റ്റർ അടിച്ചു കൊടുക്കേണ്ട ഇവറ്റകൾ അല്ലെ? ആരാ വർഗീയത ഉണ്ടാക്കുന്ന കേരളത്തിലെത്തി? ഇവറ്റകളാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് തിരിച്ചറിയാതെ പോയതാ. നമ്മൾ വെറുതെ BJP എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇവറ്റകളാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Okay then.